നമസ്കാരം. നമ്മുടെ തൃശ്ശൂർ പൂരം കാര്യമായ അപാകതകളൊന്നുമില്ലാതെ കടന്നു കിട്ടി എന്നതാണ് സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും പുതിയ ആശ്വാസം. കാരണം കഴിഞ്ഞ കൊല്ലത്തെ തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയ കോലാഹലം ചെറുതല്ല. അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയത്തിലും കൂടി വലിയ പുകിലുണ്ടാക്കി. അതിൻ്റെ പേരിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പഴികേട്ടു, ഒരുപാട് രാഷ്ട്രീയക്കാർ പരസ്പരം ഏറ്റുമുട്ടി. അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ കേരളം കഴിഞ്ഞ ഒരു കൊല്ലമായി ഒരിക്കലും തോരാത്ത മഴ പോലെ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് രണ്ടാമത്തെ ഇക്കൊല്ലത്തെ തൃശ്ശൂർ പൂരം എല്ലാ മുൻകരുതലോടും കൂടി ആവശ്യമായ ജാഗ്രതയോടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും നമ്മുടെ ജനനേതാക്കളും ജനപ്രതിനിധികളും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വങ്ങളും ഒക്കെ വലിയ ജാഗ്രതയോടെ നടത്തിയതുകൊണ്ട് ഇക്കൊല്ലം കാര്യമായ അപകടമൊന്നുമില്ലാതെ കടന്നു കിട്ടി. പക്ഷേ എന്നാലും അവസാനം ഒരു ചെറിയ അപകട സൂചന തൃശ്ശൂർ പൂരത്തിലുണ്ടായി. അതെപ്പോഴാണ്? അവസാന സമയത്ത് വെടിക്കെട്ടിൻ്റെ തൊട്ട് മുമ്പ് ഒരു ആന വിരണ്ടോടി. അത് ഇന്നിപ്പോൾ ആളുകൾ നെഞ്ചത്ത് കൈവച്ച് ഈ ശ്വാസം പിടിച്ച് ആലോചിക്കുന്നത്, ദൈവമേ അതെങ്ങാനും ഈ അവസാന നേരത്ത് വെടിക്കെട്ടിൻ്റെ തൊട്ട് മുമ്പ് ഒരു ആന വിരണ്ടോടിയിട്ട് തന്നെ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. ഭാഗ്യത്തിന് ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല. അതേ സമയത്ത് കുടമാറ്റ സമയത്ത് എങ്ങാനും ആയിരുന്നു ആ ആന ഇറങ്ങി ഓടിയതെങ്കിൽ എന്തുമാത്രം അപകടങ്ങൾ അത് വിളിച്ചു വരുത്തുമായിരുന്നു, എന്തുമാത്രം ദുരന്തങ്ങൾ സംഭവിക്കുമായിരുന്നു, എത്ര വലിയ ഒരു ആഘാതമാകുമായിരുന്നു അത് കേരളത്തിന്. ഒരുപക്ഷെ നമുക്ക് തൃശ്ശൂർ പൂരം തുടർന്ന് പോകാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സാഹചര്യം ഒരുങ്ങുമായിരുന്നില്ലേ എന്നൊക്കെ കേരളം ആലോചിച്ചു. ഇനി ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചുള്ള ആലോചന ആരംഭിച്ചത് പിന്നെയാണ്. അപ്പോൾ പലപ്പോഴും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ആലോചിച്ചു എന്തുകൊണ്ടാണ്. അത് നമ്മൾ വേണ്ടത്ര ഗൗരവത്തോടെ ആലോചിച്ചിട്ടില്ല. എപ്പോഴും ദുരന്തങ്ങൾ കഴിഞ്ഞിട്ട് അതിന് ഉത്തരവാദി ആരാണ്, അവർക്ക് പണി കൊടുക്കാൻ പറ്റുമോ, അവർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ, ആരെയൊക്കെ പിരിച്ചുവിടാൻ പറ്റും, ആരെയൊക്കെ രാഷ്ട്രീയത്തിൽ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുക. അതേസമയത്ത് ഇത്തവണ ഗൗരവമായ ആലോചന നടന്നിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടിന് തൊട്ട് മുമ്പായി വിരണ്ട ഓടിയ ആന യഥാർത്ഥത്തിൽ വിരണ്ടതാണോ, എന്തുകൊണ്ടാണ് അതിനെ ഓടിച്ചത്? അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ ബന്ധപ്പെട്ടവർ കണ്ടെത്തിയിരിക്കുന്നു. എല്ലാവരും ആലോചിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദേവസ്വം ബോർഡുകൾ, ആ ദേവസ്വം ബോർഡുകൾ നടത്തിയ അന്വേഷണത്തിൽ പഠനത്തിൽ മനസ്സിലായിരിക്കുന്നത് ആന വിരണ്ടോടിയത് യഥാർത്ഥത്തിൽ അത് വിരണ്ടിട്ടല്ല. സ്വാഭാവികമായി ഒരു ആനയുടെ പ്രകൃതമനുസരിച്ച് വിരളുന്ന പ്രകൃതമുണ്ട്. ആനക്കത് ഉണ്ടാവാറുണ്ട്. ചില കാലങ്ങളിലുണ്ടാകും, ചില സന്ദർഭങ്ങളിലുണ്ടാകും, ചില സാഹചര്യങ്ങളിലുണ്ടാകും. പക്ഷേ തൃശ്ശൂർ പൂരത്തിൽ ഇത്തവണ ആന വിരണ്ടു പോയത് ഒറ്റ കാരണം കൊണ്ടാണ്. എന്തായിരുന്നു അത്? ലേസർ ലൈറ്റ്. തൃശ്ശൂർ പൂരത്തിൽ വ്യാപകമായി പല ഭാഗത്തും ഒളിഞ്ഞുപയോഗിക്കുന്ന ലേസർ ലൈറ്റ് ആനയുടെ കണ്ണിലേക്ക് തുടർച്ചയായി, ആൾക്കൂട്ടത്തിൽ നിന്ന് ആനയുടെ കണ്ണിലേക്ക് തുടർച്ചയായി അടിച്ചു കൊടുത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വെപ്രാളത്തിലാണ് ആന വിരണ്ടോടിയത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് സത്യത്തിൽ അപ്പോഴാണ് ലേസറിനെ കുറിച്ചൊരു ചർച്ച. സത്യത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചയുണ്ട്. തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ ഉദ്യോഗസ്ഥന്മാർ കാണിച്ച കെടുതികൾ, തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വനം വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള പോലീസ് വകുപ്പ് ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവരുന്ന നിയന്ത്രണം, ഇതൊക്കെ തൃശ്ശൂർ പൂരത്തിനുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ ചർച്ച നടന്നു വന്നതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ മാരകം, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒന്നാണ് വെടിമരുന്ന്, വെടിക്കെട്ട്, അതുണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഒക്കെ ചർച്ചയ്ക്ക് വരാറുണ്ട്. ഒരുപാട് ആനകളെ ഒരേ സമയത്ത് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന് കുടമാറ്റം നടത്തുന്നത് കൊണ്ട് ആന എന്ന ജീവിക്കുണ്ടാകുന്ന പീഡനം, അതൊക്കെ ചർച്ചയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഇക്കൊല്ലം പ്രധാനമായി ചർച്ചയ്ക്ക് വന്ന ഒരു പുതിയ വിഷയം ലേസർ ലൈറ്റുകൾ തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാക്കുന്ന അക്രമമാണ്. ലേസർ ലൈറ്റ് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ ജില്ലാ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നിരോധിച്ചതാണ് ലേസർ ലൈറ്റ്. പക്ഷേ എത്ര നിരോധിച്ചാലും ആൾക്കൂട്ടം അത് എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് കൊണ്ടുവരികയും, പക്ഷേ ലേസർ ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലാതെ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി ലേസർ ലൈറ്റ് വിൽക്കുന്നുണ്ട്. സൗകര്യം പോലെ പലരും വാങ്ങി അത് പോക്കറ്റിൽ വെക്കുകയും എന്നിട്ട് ഏറ്റവും മാരകമായ സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യും. ചില വിരുദ്ധന്മാർ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരത്തിന് അണിനിരന്ന ആനകളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഈ ലേസർ ലൈറ്റ് അടിക്കും. ഏത് ആനയും പ്രകോപിതനാവും. അതുകൊണ്ട് അത്തരമൊരു പ്രകോപനമാണ് തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും ഒടുവിലുണ്ടായത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് വളരെ കൃത്യമായി കൊണ്ടുവന്ന ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ശ്രീ ജി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം കൃത്യമായി അത് പറഞ്ഞു.
2-3 കാര്യങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, തൃശ്ശൂർ പൂരത്തിനെതിരായുള്ള ഒരു ജന അഭിപ്രായം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട്. 2, വെടിക്കെട്ടിനെതിരായി അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം, ശബ്ദ മലിനീകരണം തുടങ്ങിയ, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ആനകളുടെ ജീവനും ആനസ്നേഹികളുടെ പക്ഷത്തു നിന്നുള്ള പ്രതിഷേധം വേറെയുണ്ട്. ഇവരുടെയൊക്കെ ഉദ്ദേശം പതുക്കെ തൃശ്ശൂർ പൂരം ഇല്ലാതാക്കാൻ എന്താണ് വഴി? തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക ഉത്സവങ്ങളിൽ, ഒരുപക്ഷെ നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയ ആഘോഷങ്ങളിലൊന്നാണ്. സംസ്കാരത്തിൻ്റെ എക്കാലത്തെ ഏറ്റവും വലിയ എഴുന്നള്ളിപ്പും കാഴ്ചക്കെട്ടുമാണ് തൃശ്ശൂർ പൂരം. സംസ്കാരത്തിന് ചിലതൊക്കെ കാണാനും കാണിക്കാനും ഓർക്കാനും രേഖപ്പെടുത്താനും എന്നെന്നും അനുവർത്തിച്ച് കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ എന്ത് സംസ്കാരമാണ്? ഏറ്റവും ചുരുങ്ങിയത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായ ആന എഴുന്നള്ളിപ്പ്, കുടമാറ്റം, അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സൂത്രവിദ്യകൾ, അതിനുവേണ്ടിയുള്ള ഗൂഢമായ തന്ത്രങ്ങൾ പല ഭാഗത്തു നിന്നും ആവിഷ്കരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ആൾക്കൂട്ടത്തിൻ്റെ കയ്യിൽ വളരെ സമർത്ഥമായി ലേസർ ലൈറ്റ് അവർ ഒളിച്ചു കടത്തുകയും എന്നിട്ട് ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വളരെ സമർത്ഥമായി ജനക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത്, ഉത്സവം കൊട്ടിക്കയറുന്ന സമയത്ത് ഈ ഉത്സവത്തിനെത്തിയ ആനകളുടെ കണ്ണിലേക്ക് തന്നെ കൃത്യമായി ലേസർ ലൈറ്റ് അടിക്കുകയും ചെയ്യുന്ന സംവിധാനം കരുതിയിരിക്കേണ്ടതുണ്ട്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ശ്രീ ജി രാജേഷ് പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് അടിയന്തരമായി തൃശ്ശൂർ പൂരത്തിലും പരിസരത്തിലും നിരോധിക്കേണ്ടത് ലേസർ ലൈറ്റാണ്. എനിക്ക് തോന്നുന്നത് മറ്റേതിനേക്കാളും മാരകമാണല്ലോ. ഒരുപക്ഷെ ആനയെ കൊണ്ടുവന്നത്, ആനയെ മര്യാദക്ക് പരിപാലിച്ച് ആനയുടെ ആരോഗ്യവും ആനയുടെ വിശപ്പും ആനയുടെ സുരക്ഷയും ആനയുടെ പ്രകൃതിപരമായ അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചിട്ട് ആനയെ പൂരത്തിന് കൊണ്ടുവന്ന ഒരു അപകടവുമില്ല. അത് പ്രകൃതിക്ക് യാതൊരു നാശവും ഉണ്ടാക്കുന്നില്ല ആന. ഇനി വെടിക്കെട്ടുണ്ടാക്കുന്നതിനേക്കാളും മാരകമാണ്. അല്ലെങ്കിൽ വെടിക്കെട്ട് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഏതാനും മണിക്കൂറാണ് വെടിക്കെട്ടിൻ്റെ ശബ്ദമലിനീകരണം ഉണ്ടാകുന്നത്, വെടിക്കെട്ടിൻ്റെ വായുമലിനീകരണം ഉണ്ടാകുന്നത്, രാസ നിക്ഷേപങ്ങൾ അന്തരീക്ഷത്തിൽ വരുന്നത്. പക്ഷേ ഈ ലേസർ ലൈറ്റ് ഇപ്പോൾ നമ്മുടെ എല്ലാ ഉത്സവങ്ങളിലും, എല്ലാ നാട്ടിൻപുറങ്ങളിലും, എല്ലാ നഗരങ്ങളിലും ഒരുപോലെ വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ലേസർ ലൈറ്റ് തൃശ്ശൂരിൽ മാത്രമല്ല, തൃശ്ശൂരിൽ നിരോധിച്ചാൽ കുന്നംകുളത്ത് നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവരും. ഇങ്ങനെ ഈ ലേസർ ലൈറ്റുകളെ നിരോധിക്കുക തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. ലേസർ ലൈറ്റുകൾ വിൽക്കാൻ പാടില്ല. ലേസർ ലൈറ്റ് നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപകടമായി, പലപ്പോഴും മാരകമായ വിപത്തുകളിലേക്ക് നയിക്കാനിടയുള്ള വളരെ വളരെ ക്രൂരമായ ഒരു ആയുധവും ഉപകരണവുമായി ലേസർ ലൈറ്റിനെ നമ്മൾ കാണുകയും, ലേസർ ലൈറ്റ് നിരോധിച്ചതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ഉപദ്രവവും വരാനുണ്ടോ? ലേസർ ലൈറ്റുകൾ സമ്പൂർണ്ണമായി നിരോധിക്കാൻ കേരളം മുൻകൈയെടുക്കുകയാണ് വേണ്ടത് എന്ന ശ്രീ ജി രാജേഷിൻ്റെ നിർദ്ദേശം പാറമേക്കാവ് ദേവസ്വം, തൃശ്ശൂർ പൂരത്തെ സ്നേഹിക്കുന്നവർ, തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുകാർ, തൃശ്ശൂർ പൂരം കേരളത്തെ സ്നേഹിക്കുന്നവരുടേതാണ്, തൃശ്ശൂർ പൂരം സംസ്കാരത്തെ സ്നേഹിക്കുന്നവരുടേതാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ജി രാജേഷ് ആവശ്യപ്പെടുന്നത് ലേസർ ലൈറ്റുകൾ നിരോധിക്കണം. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് കേരളം ചെവി കൊടുക്കട്ടെ, ഉത്തരവാദപ്പെട്ട ഭരണകൂടം അത് നടപ്പാക്കട്ടെ. നന്ദി, നമസ്കാരം. എത്ര മിനിറ്റായി?